നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ്, കേസ് സ്റ്റഡീസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു വാട്ട് ഇസ് മെൻ ബൈ ഓഫർ. ഇപ്പോൾ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എഗ്രിമെൻറ്റ് വെൻ ഇറ്റ് ഗെറ്റ് എൻഫോഴ്സ്ഡ് ബൈ ലോ ഇറ്റ് ബിക്കംസ് എ കോൺട്രാക്ട്. So we know that there should be an agreement. For becoming an agreement, there should be some kind of offer and acceptance. ഒരു ഓഫറിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതൊരു അഗ്രിമെൻ്റ് ആവുന്നത്. ആ അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പിന്നെ ലോ എൻഫോഴ്സ് ചെയ്യുമ്പോൾ കോൺട്രാക്റ്റ് ആവുന്നത്. സോ ഫസ്റ്റ് വി വോണ്ട് ടു നോ വാട്ട് ഇസ് മെൻ ബൈ ഓഫർ. അപ്പോൾ ഓഫറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോർമൽ ടേംസിൽ ഓഫർ എന്ന് പറയുമ്പോൾ എന്താ? ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള നമ്മളുടെ ഒരു റിക്വയർമെൻറ്റ് നമ്മൾ അറിയിക്കുകയാണ് അടുത്ത പാർട്ടിയിലേക്ക്. അതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുന്നത്. സോ ദാറ്റ് സെയിം കൺസെപ്റ്റ് ആസ് ദിസ് പ്രപ്പോസൽ. ഓഫർ തന്നെയാണ് പ്രപ്പോസൽ. സോ പ്രപ്പോസൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് when one person signifies to another his willingness to do or to abstain from doing anything with a view to obtain the assent of another to such act or subsistence he is said to make a proposal. ഒരാൾ ഒരു പ്രപ്പോസലോ ഒരു ഓഫറോ മേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അയാൾ മറ്റേ ആളോട് പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനുള്ളൊരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അയാളുടെ ഒരു അസെൻ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരാളെ ഇൻഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ വോട്ട് പ്രപ്പോസൽ എന്ന് പറയുന്നത്. സോ പ്രപ്പോസൽ പേഴ്സൺ ഹു മേക്സ് എ പ്രപ്പോസൽ ആരാ? ഒരു പ്രപ്പോസർ, അയാൾ തന്നെ നമുക്ക് ഓഫറർ എന്നും പറയാം. അതേപോലെ ദ പേഴ്സൺ ഹു അക്സെപ്റ്റ് ടു ഹൂം ദ പ്രപ്പോസൽ ഇസ് മെയ്ഡ് ഇസ് കോൾഡ് ദ ഓഫറി. ഓക്കെ, അപ്പോൾ പ്രപ്പോസലും അതേപോലെ ഓഫറിയുടെയും ഡെഫിനിഷനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രപ്പോസലിനെ തന്നെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു ഗീവ്സ് ആൻ ഓഫർ or who makes a proposal is known as an offerer, and who accepts that proposal or to whom that proposal is made is called a offeree. Okay, so similar termsil തന്നെ നമ്മൾ പ്രപ്പോസൽ പറയുകയാണെങ്കിൽ after the proposal is accepted, the person who makes the proposal is called the promiser, and the person who to whom the proposal is made is called the acceptor or the promisee. അപ്പം എന്താണ് പ്രോമിസർ, പ്രോമിസി, അതേപോലെ ഓഫറർ, ഓഫറി, ഇത്രയും കാര്യമാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി how an offer is made, how we can make an offer. ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് പല ടൈപ്പ് പറഞ്ഞു. എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഉണ്ട്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ട്, എക്സെട്ര. സോ സിമിലർലി the section 3 of Indian Contract Act says that an offer may be either expressed or implied from the conduct of the party. Otherwise it sometimes it can be expressed. Express എന്ന് പറയുമ്പോൾ നമ്മൾ വേർഡ്സിലൂടെയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ നമ്മൾ മേക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരു ഓഫർ ആക്കാം. അതർവൈസ് ഇറ്റ് വിൽ ബി ഇംപ്ലൈഡ് ഫ്രം ദ ബിഹേവിയർ ഓർ ദ കണ്ടക്ട് ഓഫ് ദി പാർട്ടീസ്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. an offer made through a letter or email or a fax is called a express contract because there is something spoken or something written. So it becomes a what? Express contract. And an implied contract അപ്പോൾ എന്തായിരിക്കും? ഒരു കണ്ടക്ട് ഓഫ് എ പാർട്ടി വെച്ച്. ഇപ്പം ഞാനൊരു ബസ്സിൽ കയറിയാൽ it means that that bus driver has to give me what he should let me in that point. അപ്പോൾ നമുക്കൊരു ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി നമ്മളൊരു ബസ് കയറുന്നത്, അപ്പോൾ അവിടെ വരെ കൊണ്ടുപോകണമെന്നുള്ളതാണ് ഒരു ഇംപ്ലൈഡ് ഓഫർ. നമ്മൾ കൊടുക്കുന്നതിനുള്ളൊരു റിപ്ലൈഡ് ആണ്, അല്ലെങ്കിൽ ഒരു കണ്ടക്ട് വെച്ചാണ് നമ്മൾ ഇംപ്ലൈഡ് ഓഫർ പറയുന്നത്. സോ ദ ഓഫേഴ്സ് ആർ ഓഫ് ടു ടൈപ്സ് ആൻഡ് ടു വേസ് ആൻ ഓഫർ ക്യാൻ ബി മെയ്ഡ് അണ്ടർ ദ സെക്ഷൻ 3. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്, അതർവൈസ് ഇംപ്ലൈഡ്. Then what are the major essentials of a valid contract? ഇപ്പോൾ valid offer. Valid contractന് നമ്മൾ കുറേ ഫീച്ചേഴ്സ് പറഞ്ഞു. ലീഗൽ കൺസിഡറേഷൻ, ലീഗൽ ഒബ്ജക്റ്റ്, then it should be consensus item, then conduct of the parties, their capacity of the parties, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി പറഞ്ഞു. സിമിലർലി ഫോർ an offer also there requires some essentiality. കുറേ എസെൻഷ്യാലിറ്റീസ് ഓഫറും അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ, ഓഫറിനും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും it becomes a valid one. So the first one is it must intend to create legal relations. നമ്മൾ കോൺട്രാക്റ്റിലും പറഞ്ഞിട്ടുണ്ട് ലീഗൽ റിലേഷൻഷിപ്പ് വേണ്ടെടുത്ത് അത് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. സോ ദ സെയിം തിങ് ഇസ് ദാറ്റ് ഈസ് ചില റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ചില ഓഫേഴ്സൊന്നും നമുക്ക് ലീഗലായിട്ട് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈവൻ ഓഫർ ഈസ് ഓൺലി എ സോഷ്യൽ ഇൻവിറ്റേഷൻ ഓർ എ ഡൊമസ്റ്റിക് അറേഞ്ച്മെൻറ്റ് ഇറ്റ് കാനോട്ട് ബി ട്രീറ്റഡ് ആസ് എ വാലിഡ് ഓഫർ. ഒരാൾ നമ്മുടെ കല്യാണത്തിന് വിളിക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾ നമ്മൾ ഡിന്നറിന് വിളിക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ്? ദർ ഇസ് നോ ലീഗൽ തിങ്, ഇറ്റ് ഇസ് എ സോഷ്യൽ ഇൻവിറ്റേഷൻ. നമ്മളൊരു സോഷ്യൽ ഇൻവിറ്റേഷനാണ് കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ഡിന്നറിനൊക്കെ വിളിക്കുന്ന സോഷ്യൽ ഇൻവിറ്റേഷനാണ്, അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് അറേഞ്ച്മെൻ്റ് ആണ്. ദർ ഇസ് നോ ലീഗൽ റിലേഷൻഷിപ്പ് ഇൻ ദാറ്റ്. ഇൻ ദാറ്റ് കേസ് ദ കോർട്ട് cannot take any action or cannot claim any compensation from the agreed party. അപ്പം ഞാനിപ്പോൾ ഡിന്നറിന് വേണ്ടി ഒരാളെ വിളിച്ചു, അയാൾ വരുന്നില്ല, അപ്പോൾ എനിക്ക് ആ ഡിന്നറിന് വേണ്ടി അറേഞ്ച് ചെയ്തതെല്ലാം എനിക്ക് വരുന്ന നഷ്ടമാണ്. ബട്ട് ഐ കോണ്ട് ക്ലെയിം ടു ദ കോർട്ട് ദാറ്റ് ഐ വോണ്ട് എ കോമ്പൻസേഷൻ ഫോർ
this because there is no legal relations. The example അതാണ്. For example, if a person is invited to attend a dinner but he fails to attend it, there is no legal right to claim the compensation for the failure because it is not a valid offer. അപ്പോൾ അതൊരു വാലിഡ് ഓഫർ അല്ല, അതുകൊണ്ട് അതിനൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഇല്ല. That is the first thing. Second one is the terms of the offer must be definite and certain. ഇപ്പം ഒരു ഓഫറിന് പല പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. ഇങ്ങനെ വേണം, അങ്ങനെ വേണമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഓഫറിലേക്ക് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ടെൻഡറൊക്കെ കൊടുക്കുമ്പോൾ ഇത്ര രൂപയ്ക്ക് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർത്ത് തരണം എന്നാണ് നമ്മൾ ഓഫർ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഉണ്ട്. സോ ദ ഗവൺമെൻറ് വിൽ ഇൻഫോം ത്രൂ ദ ന്യൂസ് പേപ്പർ ഓർ എനി അതർ മീഡിയ ലൈക്ക് we want to complete this project, this bridge construction by next year, by this time, at this cost, this budgeted cost, etc. So ഓഫറിൽ അതുപോലെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ക്ലിയർ അല്ല. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഡെഫിനിറ്റ്, ഇറ്റ് കാൻ ബി ടേക്കൺ ആസ് എ ലീഗൽ തിങ്. So if the terms of an offer is vague or lacks the clarity, it cannot be treated as a valid offer. Only if the other is clear, the parties would ഐഡൻറ്റിഫൈ ദ ലീഗൽ റിക്വയർമെൻറ്റ് ഓഫ് ദ കോൺട്രാക്ട്. രണ്ട് പാർട്ടീസിനും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ സർട്ടൺ ആണെങ്കിൽ മാത്രമായിരിക്കും ഇറ്റ് ബിക്കംസ് എ വാലിഡ് വൺ. ദെൻ one example through our case studies shown here, that is Taylor versus Portington. So A agrees to take the B house on rent for 3 years at the rent of 85 per annum, provided the house was put into thorough repair and the drawing rooms are decorated according to the present style. അപ്പോൾ എ ബിയോട് അഗ്രി ചെയ്തു 3 വർഷത്തേക്ക് റെൻറ്റിന് എടുത്തോളൂ എൻ്റെ വീട് ഫോർ ദ റെൻറ്റ് ഓഫ് 85 per annum. അപ്പം എൻ്റെ ഞാനാണ് ഒരാൾക്ക് വീട് കൊടുക്കുന്നെങ്കിൽ $85 യൂറോയ്ക്ക് ഞാൻ ആ വീട് തരാം. സോ ഞാൻ അതിൻ്റെ ഇവിടുത്തെ പ്രസൻറ്റ് സ്റ്റൈലിനനുസരിച്ച് എൻ്റെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ, അതുപോലെ റിപ്പയറും എല്ലാം റിപ്പയറൊക്കെ ചെയ്ത് വെച്ചേക്കാം എന്നായിരിക്കും ഞാൻ ഒരു ഓഫറിൽ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിയാൽ ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ. അക്കോർഡിംഗ് ടു ദ പ്രസൻറ്റ് സ്റ്റൈൽ എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ വാട്ട് ഈസ് ദ പ്രസൻറ്റ് സ്റ്റൈൽ, ഹൗ ടു ബി മെയിൻറ്റെയിൻ, അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇൻ ദിസ് കേസ് ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ദ ടേം പ്രസൻറ്റ് സ്റ്റൈൽ ഇസ് വേഗ് ആൻഡ് ദെയർഫോർ കുഡ് നോട്ട് ഗീവ് ദ റൈറ്റ്സ് ടു എ കോൺട്രാക്ട്. പ്രസൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഡെഫിനറ്റോ ക്ലിയറോ അല്ല. സോ ഇറ്റ് കാൻ ബി ടേക്കൺ ടു ബി എ കോൺട്രാക്ട്. ആ ഓഫറിന് ഒരിക്കലും കോൺട്രാക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല എന്നാണ് കോർട്ട് പറഞ്ഞത്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ആൻഡ് ഇറ്റ്സ് എ കേസ് സ്റ്റഡി റിലേറ്റഡ് ടു ടൈലർ വേഴ്സസ് പോർട്ടിംഗ്ടൺ. ഓക്കെ, സോ നെക്സ്റ്റ് വാലിഡിറ്റി. ഇപ്പോൾ ഫസ്റ്റ് വാലിഡിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ലീഗൽ റിലേഷൻ ഉണ്ടായിരിക്കണം. സെക്കൻഡ്, ഇറ്റ് ഷുഡ് ബി ക്ലിയർ ഓർ ദ ഡെഫിനിറ്റ് ആൻഡ് സർട്ടൻ. തേർഡ്, ദ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. ഓഫറർ കാര്യം എന്താണോ ഓഫർ എന്നുള്ളത് ഓഫറിലേക്ക് കറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇഫ് ദർ ഇസ് നോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് കനോട്ട് ബി ടേക്കൺ ആസ് ടു ബി എ ലീഗൽ വൺ. നമ്മളൊരു ഓഫർ മെയ്ഡ് ചെയ്തു, പക്ഷെ അത് പ്രോപ്പറി എക്സ്പ്രസ്ഡ് എന്ന രീതിയിലോ ഇംപ്ലോയിഡ് എന്ന രീതിയിലോ നമ്മുടെ ഓഫറിക്ക് മനസ്സിലായില്ലെങ്കിൽ ഇറ്റ് കാൻ ബി ടേക്കൺ, ഓഫറിലേക്ക് അറിയിച്ചില്ലെങ്കിൽ ഇറ്റ് കാൻ ബി ടേക്കൺ ടു ബി എ കോൺട്രാക്ട്. നമ്മുടെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇങ്ങനെ ചെയ്തിരിക്കണം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും കോൺട്രാക്റ്റ് അല്ല. ഇവിടെ അതിനൊരു കേസ് സ്റ്റഡി പറഞ്ഞിട്ടുണ്ട്, ലാൽമൻ വേഴ്സസ് ഗൗരി ദത്ത്. ലാൽമൻ വേഴ്സസ് ഗൗരി ദത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദാറ്റ് ഇസ് എ സെൻഡ് ഹസ് സെർവൻറ്റ് ബി ഇൻ സെർച്ച് ഓഫ് ദി മിസ്സിംഗ് നെഫ്യൂ. ലാൽമൻ്റെ നെഫ്യൂവിനെ മിസ്സിംഗ് ആയി. സോ ഹി സെൻഡ് എ സെർവൻറ്റ് ബി ഇൻ സെർച്ച്, സെർവൻറ്റിനോട് നോക്കാൻ പറഞ്ഞു. ആൻഡ് ലേറ്റർ എ ഇഷ്യൂഡ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഓഫറിംഗ് എ റിവാർഡ് ഓഫ് ₹501 ടു എനി വൺ ഹു മൈറ്റ് ട്രേസ് ദ ബോൾ. അതേപോലെ തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വിട്ടു. നമ്മൾ നോർമലി ചെയ്യുന്നത് ഒരാളോടും പറഞ്ഞു തപ്പി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു, അതുപോലെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് വിട്ടു. ബട്ട് ദ സെർവൻറ്റ് ബി ബ്രോഡ് ദ ബോയ് ബാക്ക്, ബട്ട് ഹി വാസ് അൺഅവെയർ ഓഫ് ദ ഓഫർ ഫോർ റിവാർഡ്. പക്ഷേ ഇങ്ങനെ ഒരു റിവാർഡ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സെർവൻറ്റ് അറിയാതെ തന്നെ അയാൾ ആ നെഫ്യൂവിനെ കൊണ്ടുവന്നു. വെൻ ഹി കെയിം ബാക്ക് ഹി നോ അബൌട്ട് ദ റിവാർഡ്. അപ്പോഴാണ് അയാൾ അറിയുന്നത് ഇങ്ങനെ ഒരു റിവാർഡ് പറഞ്ഞിട്ടുണ്ടെന്ന്. സോ ദ ബി ഫയൽഡ് എ കേസ് ഇൻ ദ കോർട്ട്, ബട്ട് ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ഹി ഹാസ് നോ റൈറ്റ് ടു ഡിമാൻഡ് ദ പ്രോമിസ് അവാർഡ് സിൻസ് ദർ cannot be any acceptance before an offer is communicated. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് നെഫ്യൂവിനെ കാണുന്നില്ല, നീ കണ്ടുപിടിച്ച് വരണമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അയാൾ റിവാർഡിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പറയാത്തൊരു കാര്യത്തിനെ പറ്റി പിന്നെ അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതാണ് ലാൽമൻ വേഴ്സസ് ഗൗരി ദത്തിൻ്റെ കേസ്.
ലാൻഡ്മാൻ ആണ് ആ പേഴ്സൺ, ലവ് ഡീഡറ്റ് ആണ് ആ സെർവൻറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രോപ്പർ തിങ് അല്ലേ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണം, ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ആ ടേംസ് ആൻഡ് കണ്ടീഷൻ മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതർവൈസ് ഡ്യൂറിങ് ദ ഗിവൺ ആ ഓഫർ മേക്ക് ചെയ്യുമ്പോൾ തന്നെ ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ദിസ് ഇസ് അനദർ വാലിഡിറ്റി എസെൻഷ്യൽ. Next one is an offer is different from the statement of intention or invitation to offer. ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫറും അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ടു ഓഫറും ഡിഫറെൻ്റ് ആണ്. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുക, നമ്മൾ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ മാനിക്യൂൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്രതിമയെ ഡ്രസ്സൊക്കെ ഇട്ട് നിർത്തത്തില്ലേ, അത് നമുക്കൊരു ഇൻവിറ്റേഷനാണ്. നമ്മൾ അത് കണ്ടിട്ടായിരിക്കും ആ ഷോപ്പിലോട്ട് കയറുന്നത്. ഒരു ബൊമ്മയെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇട്ടേക്കുന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ, ഇറ്റ് ഈസ് ലൈക്ക് എൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. അവിടെ ഒരിക്കലും നമ്മൾ ഓഫറല്ല, അത് തരാമെന്നല്ല, അത് വെച്ചാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെയാണ്. സോ ഇറ്റ് കാൻ ബി ടേക്കൺ ടു ബി ആ ഓഫർ. So, when a merchant exhibits his goods in a shop window, it is not an offer. It is only an invitation to the public to make an offer. Similarly, the price list, catalogs, advertisements, etc. are also not offers. ഇതൊന്നും ഓഫേഴ്സ് അല്ല. അഡ്വർടൈസ്മെൻറ്റ് ആണെങ്കിലും പ്രൈസ് ലിസ്റ്റ് ആണെങ്കിലും ഒന്നും ഓഫേഴ്സ് അല്ല. Another situation is which may appear to be an offer is any declaration of intention by a person. That is, an advertisement for conducting a program or an announcement to conduct an auction sale is all എക്സാമ്പിൾസ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റൻഷൻ. ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്, ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ പോകുന്നു എന്നുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ സെയിലിനെ പറ്റിയിട്ടുള്ള അനൗൺസ്മെൻറ്റ്, ഇതൊന്നും ഒരു ഓഫർ അല്ല എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓഫറും അതുപോലെ ഇൻറ്റൻഷൻ ടു മേക്ക് ആൻ ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫറും എപ്പോഴും ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഒരു കേസ് സ്റ്റഡി ഉണ്ട്, അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ദാറ്റ് ഇസ് ഹാർവേ വേഴ്സസ് ഫേസി. ഹാർവേ വേഴ്സസ് ഫേസിയുടെ ഒരു കേസാണ്. ദാറ്റ് ഇസ് ഹാർവേ telegraphed Fazey, will you send me the Humber Hall pen telegraph lowest cash price? എത്രയാണ് ബംബർ ഹോൾ പെന്നിൻ്റെ ടെലഗ്രാഫ് ലോവസ്റ്റ് പ്രൈസ്, ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞിട്ടൊരു ലോവസ്റ്റ് പ്രൈസിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരുമോ എന്ന രീതിയിലൊരു റിക്വസ്റ്റ് അയച്ചു, ടെലഗ്രാഫ് ചെയ്തു. എഫ് റിപ്ലൈ ടു ദ ടെലഗ്രാം. എഫ് അപ്പോൾ ഫേസി റിപ്ലൈ ചെയ്തു. എന്താ റിപ്ലൈ ചെയ്ത്? ലോവസ്റ്റ് പ്രൈസ് എത്രയാണ് പ്രൈസ് എന്ന് ചോദിച്ചു. ലോവസ്റ്റ് പ്രൈസിൽ അയക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ റിപ്ലൈ വന്നത് ഇതാണ് ലോവസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു. സോ ദ ഹാർവേ റെസ്പോണ്ടഡ് ദാറ്റ് വി അഗ്രി ടു ബൈ ദി ഹംബർ ഹോൾ പെൻ ഫോർ 900 ആസ് ബൈ യു. നിങ്ങൾ പറഞ്ഞ ആ പൈസയ്ക്ക് വാങ്ങാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്തു. ബട്ട് ഫേസി ഡിഡ് നോട്ട് റെസ്പോൺസ് ടു ദിസ് ലാസ്റ്റ് ലെറ്റർ. പക്ഷേ ഫേസി എന്താ റെസ്പോണ്ട് ചെയ്തില്ല. Held there is no contract because F had only quoted the lowest price. He doesn't made any offer. ഇതിനകത്ത് എഫ് പ്രൈസ് ചോദിച്ചു, ലോവസ്റ്റ് പ്രൈസിന് വിൽക്കാവോ എന്ന് ഹാർവേ ചോദിച്ചപ്പോൾ എഫ് പറഞ്ഞു ഇതാണ് ലോവസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പ്രൈസിന് വാങ്ങാം എന്ന് പറഞ്ഞതും ഇയാൾ റിപ്ലൈ ചെയ്തില്ലല്ലോ. ഓക്കെ നോ, അങ്ങനെ ഒരു റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് ഇതൊരിക്കലും ഒരു ഓഫർ ആയില്ല. ഹി ജസ്റ്റ് കോട്ടഡ് ദ പ്രൈസ്. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് വാസ് ജസ്റ്റ് എ ഇൻവിറ്റേഷൻ ടു ഓഫർ. അപ്പോൾ അതൊരു ഓഫറല്ല, ഇൻവിറ്റേഷൻ ടു ഓഫറോ അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ടു ഓഫറോ മാത്രമാണ്. സോ ഇറ്റ് കാൻ ബി ടേക്കൺ ടു ബി വാലിഡിറ്റി. നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ കണ്ടീഷൻസ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻഡ് ആയിരിക്കണം. ദാറ്റ് ഇസ് സ്പെഷ്യൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മെൻഷൻഡ് ആയിരിക്കണം. ദാറ്റ് ഇസ് ഇഫ് ദർ ആർ സം സ്പെഷ്യൽ കണ്ടീഷൻസ് ഇൻ എ കോൺട്രാക്ട് ലൈക്ക് എ ക്ലോസ് വിച്ച് മേ ലിമിറ്റ് ദ ലയബിലിറ്റി ഓഫ് ദ പാർട്ടി ടു ദ കോൺട്രാക്ട്, സച്ച് കണ്ടീഷൻ ഷുഡ് ബി ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദി അതർ പാർട്ടി അറ്റ് ദ ടൈം ഓഫ് ദി ഓഫർ മെയ്ഡ് ഇറ്റ് സെൽഫ്. പിന്നെ കുറേ നാൾ കഴിയുമ്പോഴല്ല നമ്മൾ ആ കണ്ടീഷൻസ് പറയേണ്ടത്. When the offer is made, at the same time we want to give that conditions too. Okay, that is another essentiality. Next one is an offer may be specific or general. Offer specific or general or that is another thing. That is, a specific offer is made to a specific individual or a definite group of individuals. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളിലേക്കോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരിലേക്കോ മാത്രമുള്ളത്. അതേപോലെ വേണമെങ്കിൽ ജനറലും ആകാം. ദാറ്റ് ഈസ് when an offer is made to the world at large, it is called as general. രണ്ട് രീതിയിലും ആകാം. This means that an offer need not be given to a definite offeree alone. Sometimes it may be given to the world at large and any person could accept it. ഒരാളിലേക്കോ മാത്രമൊന്നുമല്ല നമുക്ക് അപ്പോൾ ഓഫറിനെ പറയാൻ പറ്റുന്നത്. ഒരാളിലേക്ക് മാത്രമല്ല, കുറേ ആളിലേക്ക് അല്ലെങ്കിൽ ഒരു വേൾഡിലേക്ക് മുഴുവനിലേക്കാണെങ്കിൽ നമ്മൾ ഓഫർ മേക്ക് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളാണ് കാർഗിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി.
കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോൾ ബോൾ കമ്പനിയുടെ ഒരു കേസ്. ദിസ് കാർബോളിക് സ്മോൾ ബോൾ കമ്പനി ഓഫേർഡ് ബൈ അഡ്വർടൈസ്മെൻറ്റ് എ റിവാർഡ് ഓഫ് euro 100 euros to anyone who contracted influenza after using their snowball for a fortnight according to the printed instructions. സ്നോബോൾ യൂസ് ചെയ്ത ആർക്കെങ്കിലും ഇൻഫ്ലുവൻസ വന്നിട്ടുണ്ടോ അവർക്ക് ഞങ്ങൾ അവാർഡ് തരാം എന്ന രീതിയിലൊരു ഇൻഫർമേഷൻ, ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മുടെ കാർബോളിക് ബോൾ ഫാക്ടറി പബ്ലിഷ് ചെയ്തു. അപ്പോൾ മിസ്സസ് കാർഗിൽ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഷീ ബോട്ട് ദാറ്റ് പ്രൊഡക്റ്റ്. ഷീ ഹാഡൻ യൂസ് ദാറ്റ് പ്രൊഡക്റ്റ് ടിൽ ദാറ്റ്. അത്രയും നാൾ വരെ അവർ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ അപ്പോൾ അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അതിലെ ഇൻസ്ട്രക്ഷൻസിലുള്ള പോലെ തന്നെ അവരത് യൂസും ചെയ്തു. യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ട് ഹാപ്പൻസ്, ഷീ ഗോട്ട് ഇൻഫ്ലുവൻസ. അങ്ങനെ അവർക്ക് ഇൻഫ്ലുവൻസ ഡിസീസ് വന്നു. ആൻഡ് ഷീ ദെൻ സ്യൂഡ് ഫോർ റിവാർഡ് ആൻഡ് ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ഷീ കുഡ് റിക്കവർ ദ പ്രോമിസ് റിവാർഡ്. ദാറ്റ് ഈസ് അതിനുശേഷം എന്ത് പറ്റി, അവർക്ക് അസുഖം വന്നു. അപ്പോൾ അവർക്ക് ആ പൈസ കിട്ടി. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരുന്നത് എന്തോ, ആരെങ്കിലും അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നാണ് ഓഫർ മേക്ക് ചെയ്തത്. അപ്പോൾ ഓഫർ കണ്ടിട്ടാണ് ഇവർ പോയി യൂസ് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, ആർക്കും വേണമെങ്കിലും ഒരു ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഈ ഒരു കേസ് കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ അസെൻറ്റ് ഓഫ് അതർ പാർട്ടി. അതേപോലെ നമ്മൾ ഓഫർ മേക്ക് ചെയ്യുമ്പോൾ അതർ പാർട്ടിയുടെ അസെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ഓഫർ കോൺട്രാക്റ്റ് ആവുന്നത്. ആൻഡ് ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം മിയർ എക്സ്പ്രഷൻ ഓഫ് ഇൻറ്റൻഷൻ. വെൻ ഓഫർ ഇസ് മെയ്ഡ്, ദ ഇൻറ്റൻഷൻ ഓഫ് ദി പാർട്ടി ഷുഡ് ബി ടു ഗെറ്റ് ദ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടി ഫോർ പ്രപ്പോസൽ. കൺസെൻറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഓഫർ മേക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഇസ് an offer may be conditional. നമ്മൾ പറഞ്ഞു ചില കണ്ടീഷൻസ് ഉണ്ടാവും, സ്പെഷ്യൽ കണ്ടീഷൻ ഷുഡ് ബി അക്സെപ്റ്റഡ്. ദ സെയിം തിങ്, ദ ഓഫർ may be conditional. The offer should not contain a term the non-compliance of which could amount to the acceptance. That is, offerer cannot say that if no response is given before a due date, it will be presumed to be accepted. ഇപ്പോൾ ഓഫറിന് പറയാൻ പറ്റില്ല, ഒരു റെസ്പോൺസ് കിട്ടിയില്ല എന്ന് വെച്ച് ഓഫർ അക്സെപ്റ്റഡ് ആയി എന്ന് എടുക്കാൻ പറ്റത്തില്ല. എന്ന് ഇവിടെ ഒരു കേസ് ഉണ്ട്, അത് പറയുമ്പോൾ മനസ്സിലാവും. ദാറ്റ് ഈസ് ദ ഫെൽ ഹൗസ് വേഴ്സസ് ബിൻലി. ദ ഫെൽ ഹൗസ് ഓഫർ ടു ബൈ ഹിസ് നെഫ്യൂസ് ഹോസ് ഫോർ 30 euro, saying, if I hear no more about it, I shall consider the horse to be mine at 30 euros. അപ്പം എഫിന് നെഫ്യൂവിൻ്റെ ഹോഴ്സ് വേണം. നെഫ്യൂവിൻ്റെ ഹോഴ്സ് വേണ്ടതുകൊണ്ട് ഇയാളെന്ത് ഓഫർ ഇട്ടു, നീ ഒന്ന് റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ 30 യൂറോയ്ക്ക് നിൻ്റെ ഹോഴ്സ് എൻ്റെയാണ് എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് എന്ന രീതിയിലാണ് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഓഫർ മേക്ക് ചെയ്തത്. ഇഫ് ഐ ഹിയർ നോ മോർ എങ്ങനെയാണ് പറഞ്ഞത്. സോ ദ നെഫ്യൂ ഡിഡ് നോട്ട് സെൻഡ് എനി റിപ്ലൈ. ഒന്നും റിപ്ലൈ അയച്ചില്ല. നെഫ്യൂ എന്ത് ചെയ്തു, റിപ്ലൈ അയച്ചില്ല. പക്ഷേ അപ്പം ഓപ്ഷണറിനോട് പറയുകയും ചെയ്തു ഇത് നമ്മുടെ അങ്കിളിൻ്റെയാണ്, സോ ഹി ഡോണ്ട് വോണ്ട് ടു മേക്ക് ഇറ്റ് ഫോർ എനി അതർ ഓപ്ഷന് ഇനി വെക്കണ്ട എന്ന് നെഫ്യൂ അറിയിച്ചു. ബട്ട് ദ ഓപ്ഷണർ വാട്ട് ഹി ഡു, ഹി സോൾഡ് ദ ഹോഴ്സ്. പക്ഷേ ഓപ്ഷണർ ആ ഹോഴ്സിനെ വേറെ വിലയ്ക്ക് വിറ്റു. അപ്പം ഓട്ടോമാറ്റിക്കലി ഫെൽ ഹൗസ് എന്ത് ചെയ്യും, കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞ ഓഫർ ഇങ്ങനെയായിരുന്നു, ഒരു റിപ്ലൈയും വന്നില്ലെങ്കിൽ എൻ്റെയാണ് ആ ഹോഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ അത് വേറൊരാളിലേക്ക് വിട്ടിരിക്കുന്നു, സോ ഐ വോണ്ട് ഇറ്റ് ബാക്ക് എന്ന രീതിയിലുള്ള കേസ് കൊടുത്തു. ബട്ട് ദ കോർട്ട് അഡ്ജോൺ ദാറ്റ് കേസ്. ആ കേസ് മുന്നോട്ട് പോയില്ല. ബിക്കോസ് ദ എഫ് ഡസൻ ഹാവ് ഓർ ദ ഫെൽ ഹൗസ് ഡസൻ ഹാവ് നോ റൈറ്റ് ടു ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ദ ഓപ്ഷൻ ആസ് ദ ഹോഴ്സ് ഹാസ് നോട്ട് ബീൻ സോൾഡ് ടു എഫ്. ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ആയില്ലല്ലോ. ഒരു കാര്യം ടേം പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ ഓഫർ മെയ്ഡാക്കി എന്നല്ല. അതുകൊണ്ട് ആ കേസും തള്ളിപ്പോയി. അപ്പോൾ ഇഫ് ഐ ഹിയർ നോ മോർ എന്നല്ല, ഒരു ഓഫർ ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് വാലിഡ് ആവുന്നത്. സോ ഇത്രയും എസെൻഷ്യൽസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു ഓഫർ വാലിഡ് ആവുക. സോ വാട്ട് ആർ ദേ? ഫസ്റ്റ്, it must be intended to create a legal relation. The terms of offer must be definite and certain. The offer must be communicated to the offeree. An offer is different from the statement of intention or invitation to offer. Then the special condition attached to an offer must be communicated. An offer may be specific or general. Offer must be made with a view to obtain the assent of other party. Offer may be conditional. Offer should not contain a term the non-compliance of which could be amount to acceptance. ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് അക്സെപ്റ്റഡ് ആണ് എന്ന രീതിയിൽ ഒരിക്കലും ഒരു ഓഫർ മേക്ക് ചെയ്യരുത്. സോ ദീസ് ആർ ദി എസെൻഷ്യാലിറ്റീസ് ഓഫ് എ വാലിഡ് ഓഫർ. ഓക്കെ,
ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇതിൽ കുറേ കേസ് സ്റ്റഡി ഉള്ളതുകൊണ്ട് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇഫ് യു ആർ റീഡിങ് ഇറ്റ് ഓർ ഇഫ് യു ആർ ലിസണിങ് ഇറ്റ് പ്രോപ്പർലി ക്ലിയർ ആകും. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഐ ക്യാൻ ക്ലിയർ ഇറ്റ് വൺസ് മോർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഓർ ദ കൈൻഡ്സ് ഓഫ് ഓഫർ. പല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ട്. സോ ദ ഫസ്റ്റ് വൺ ഇസ് സ്റ്റാൻഡിങ് ഓഫർ. സ്റ്റാൻഡിങ് ഓഫർ എന്തായിരിക്കും? സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ നിലനിൽക്കുന്ന ഓഫർ. It's an offer for the continuous supply of certain articles at a certain rate over a definite period of time is called as standing order. Standing offer. കുറച്ച് നാളത്തേക്ക്, ഇത്ര നാളത്തേക്ക് ഒരു പ്രൊഡക്റ്റ് തന്നുകൊണ്ടിരിക്കാം എന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നതിന് നമുക്ക് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയാം. സോ ദീസ് ടൈപ്പ് ഓഫ് ഓഫർ ആർ ജനറലി found where large quantities of goods is required from time to time. Usually advertisements inviting tenders will be issued for the supply of goods. അങ്ങനെയുള്ള ഓഫേഴ്സിൽ മിക്കവാറും അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് ടെൻഡർ എടുത്തിട്ടായിരിക്കും നടക്കുന്നത്. And when a person responds to this advertisement and send a tender, he is deemed to have made an offer. And such offers, though accepted, do not give rise to the contract unless an actual order is placed. ഒരു ഓർഡർ പ്ലേസ് ആവുന്ന വരെ ആ ഓഫർ ഒരിക്കലും കോൺട്രാക്റ്റ് ആവുന്നില്ല. അപ്പം ഒരു ഓഫർ മേക്ക് ചെയ്തു, ഇത്ര ഒരു ടെൻഡറിന് ഇത്ര ഗുഡ്സ് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് ഓർഡറെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, അതൊരു കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ. അതർവൈസ് അപ് ടു ദാറ്റ് ഇറ്റ് റിമെയിൻസ് ടു ബി എ ഓഫർ. ആൻഡ് ഇഫ് we want to cancel that offer, we can cancel it before an order is placed. ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഓഫറിനെ ക്യാൻസൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും പാർട്ടീസിനുണ്ട്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കൈൻഡ് ഓഫ് ഓഫർ, സ്റ്റാൻഡിങ് ഓഫർ. സെക്കൻഡ് വൺ ഇസ് കൗണ്ടർ ഓഫർ. സെക്കൻഡ് ടേമാണ് കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ എന്തായിരിക്കും? ദാറ്റ് ഈസ് എ കൗണ്ടർ ഓഫർ ഇസ് എ റിജക്ഷൻ ഓഫ് ദി ഒറിജിനൽ ഓഫർ ആൻഡ് ഹാസ് ദ എഫക്റ്റ് ഓഫ് മേക്കിംഗ് എ ന്യൂ ഓഫർ. നമ്മൾ ഒരു ഓഫർ മേക്ക് ചെയ്തു, അത് നമുക്ക് താല്പര്യമില്ല, അപ്പോൾ അത് കോൺട്രാക്റ്റ് ആവത്തില്ല, അയാൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ടേമിൽ ഒരു റിജക്ഷൻ ഉണ്ടാവുകയാണ് ഒറിജിനൽ ഓഫറിന്. അതേപോലെ ഹാസ് എൻ എഫക്റ്റ് ഓഫ് മേക്കിംഗ് എ ന്യൂ ഓഫർ, അതേപോലെ പുതിയൊരു ഓഫർ ഉണ്ടാവുകയാണ്. അതിനെയാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. സോ വെൻ എ കൗണ്ടർ ഓഫർ ഇസ് മെയ്ഡ് ബൈ ദ ഓഫറി, ദ ഒറിജിനൽ ഓഫർ ലാപ്സസ്. കൗണ്ടർ ഓഫർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്? ഒറിജിനൽ ഓഫർ ക്യാൻസൽ ആയി പോവുകയാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഹൈഡി വേഴ്സസ് ഫ്രഞ്ച്. So, A. Heidi offered to sell the farm for 1,000 euro. 1,000 യൂറോയ്ക്ക് അയാളുടെ ഫാം വിൽക്കാമെന്ന് ഹൈഡി പറഞ്ഞു. And the French said he would give only 950 euro. 100 രൂപ എന്ന് അല്ല, $1000 എന്ന് എൻ്റെ ഫാം വിൽക്കുള്ളൂ എന്നാണ് ഹൈഡി പറഞ്ഞത്. പക്ഷേ ഫ്രഞ്ച് പറഞ്ഞു എനിക്ക് $950 തരാൻ പറ്റുള്ളൂ, 950 യൂറോയെ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. But what happens? Heidi doesn't want it. അയാൾക്ക് 1,000 euros തന്നെ വേണം. So he just rejected it. Then what the B made? B changed his mind. Bക്ക് എന്തായാലും ആ ഫാം വേണം. So he told that, okay, I will accept it at 1,000 euros. 1,000 euros തന്നെ വാങ്ങാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു കേസ് വെച്ചിട്ട് എങ്ങനെയാണ്? കൗണ്ടർ ഓർഡർ വെച്ചിട്ട് പുതിയൊരു ഓഫർ മേക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ പ്രീവിയസ് വൺ വിൽ ഗെറ്റ് ക്യാൻസൽ. ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഗെറ്റ് ക്യാൻസൽ. 950 എന്ന കൺസെപ്റ്റ് ക്യാൻസൽഡ് ആയിപ്പോയി. Then, when the B filed a case for the specific performance, the court held that the original offer had been lapsed because the counter offer is made, and therefore there is no contract between A and B. ഓട്ടോമാറ്റിക്കലി കേസ് ഫയൽ ചെയ്തപ്പോൾ എന്ത് പറ്റി? മറ്റേ ഓർഡർ ക്യാൻസൽ ആയി പോയല്ലോ, അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകത്തില്ല എന്ന് കോർട്ട് പറഞ്ഞു. സോ ദിസ് ഇസ് അബൌട്ട് ദ കൗണ്ടർ ഓഫർ. അപ്പോൾ കൗണ്ടർ ഓഫർ എന്താണ് എന്താ പറഞ്ഞത്? അപ്പോൾ ഒരു ഓഫർ മേക്ക് ചെയ്തു, വെൻ ഇറ്റ് ഗെറ്റ് ലാപ്സ് ഇറ്റ് ബിക്കംസ് a counter offer. Then the third type of offer is a cross offer. That is, if two parties make identical offer to each other, ignorance of each other's offer, such offers are called cross offers. അപ്പം രണ്ട് പേരും ഓഫേഴ്സ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ളത് രണ്ട് പേർക്ക് തമ്മി അറിയില്ല അവരുണ്ടാക്കുന്ന ഓഫേഴ്സിനെ. സച്ച് ടൈപ്പ് ഓഫ് ഓഫർ ഇസ് കോൾഡ് എസ് ക്രോസ് ഓഫർ. സോ ബോത്ത് കമ്മ്യൂണിക്കേഷൻസ് ആർ ഓൺലി ഓഫേഴ്സ് ആൻഡ് കനോട്ട് ബി ടേംഡ് ആസ് എൻ അക്സെപ്റ്റൻസ് ഓഫ് വൺ ഓഫർ ബൈ ദ അതർ. ഇതിൽ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, രണ്ട് പേരും ഓഫേഴ്സ് മാത്രം മേക്ക് ചെയ്യുന്നുണ്ട്. ദർ ഇസ് നോ അക്സെപ്റ്റൻസ്. സോ സച്ച് ടൈപ്പ് ഓഫ് ഓഫേഴ്സ് ഇസ് കോൾഡ് ആസ് ക്രോസ് ഓഫേഴ്സ്. അപ്പോൾ ഓഫേഴ്സ് 3 ടൈപ്പ് ഉണ്ട്: സ്റ്റാൻഡിങ് ഓഫർ, കൗണ്ടർ ഓഫർ ആൻഡ് ക്രോസ് ഓഫേഴ്സ്. ഓക്കെ, അപ്പോൾ ഓഫർ എന്ന കൺസെപ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് അക്സെപ്റ്റൻസ്. When an offer gets accepted, it becomes a contract. So acceptance ആണ് അടുത്തത്. Acceptance is what? It means giving consent to the offer. ഒരു ഓഫറിന് ഒരു അസെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കൺസെൻറ്റ് കൊടുക്കുകയാണ് ഓഫർ എങ്കിൽ it becomes a acceptance. So acceptance is to an offer what a lighted match is to a train of gunpowder. gunpower എന്നുള്ളൊരു തീ ആയിട്ടാണ്, ഒരു ഫയർ പോലെയാണ് എന്താ ആക്ട് ചെയ്യുന്നത്,
acceptance. Only when the gunpowder gets a fire, it becomes it only exports that. ഫയർ ഉണ്ടെങ്കിൽ മാത്രം എക്സ്പോർട്ട് ചെയ്യുന്നു. ആ ഫയറിനെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു മാച്ചിലേക്കുള്ള ഫയറിനെ നമുക്ക് അക്സെപ്റ്റൻസ് എന്ന് പറയാം. സോ ദിസ് അക്സെപ്റ്റൻസ് ആർ ഓൾസോ ഓഫ് 2 types. 2 ടൈപ്പ് ഉണ്ട്. ദേ ആർ എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ്. എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിച്ച് ഇസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ വേർഡ്സ് ഓർ സ്പോക്കൺ ഓർ റിട്ടൺ ഓർ ബൈ ഡൂയിങ് സം റിക്വയർഡ് ആക്ട്. അതിനെ നമ്മൾ എക്സ്പ്രസ് എന്ന് പറയും. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഇസ് by the conduct of the parties we feel that something is accepted. അപ്പോൾ accepted ആണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണെങ്കിലും it can be taken into consideration. അതാണ് implied. അപ്പം നമ്മുടെ ഓഫർ പോലെ തന്നെ in acceptance also there are 2 types, express acceptance and also implied acceptance. Then who can accept? ആർക്കൊക്കെയാണ് accept ചെയ്യാൻ പറ്റുന്നത് എന്നത്. So who all can accept? First, in case of a particular offer, നമ്മൾ ഓഫറിൽ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പെർട്ടിക്കുലർ ഓഫറുണ്ട്, ജനറൽ ഓഫറുണ്ട്. ഒരാളിലേക്ക് മാത്രം കൊടുക്കുന്നതാണെങ്കിൽ പെർട്ടിക്കുലർ. ഇഫ് ഇറ്റ് ഇസ് മെയ്ഡ് ടു എ ജനറൽ വേൾഡ് ഇറ്റ് ബിക്കംസ് എ ജനറൽ. സോ ദീസ് 2, പെർട്ടിക്കുലർ ആണെങ്കിൽ ആ പെർട്ടിക്കുലർ പേഴ്സണ് മാത്രമായിരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. ജനറൽ ആണെങ്കിൽ ഏതൊരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദ കേസസ് ബോൾട്ടൺ വേഴ്സസ് ജോൺസ്. ബോൾട്ടൺ വേഴ്സസ് ജോൺസിൻ്റെ ഒരു കേസാണ്. ദാറ്റ് ഈസ് ജോൺ സെൻഡ് ആൻ ഓഫർ ഫോർ സം ഗുഡ്സ് ഫ്രം എ ഫേം വിച്ച് വാസ് റൺ ബൈ ബ്രൂക്കൽ ഹാർട്ട്. ബ്രൂക്കൽ ഹാർട്ടിൻ്റെ ഒരു ഫേമാണ് ബ്രൂക്കൽ ഹാർട്ട് ഫേം. അപ്പം അവർ റൺ ചെയ്യുന്ന ആ ഫേമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് ജോൺസ് ഒരു ഓഫർ സെൻഡ് ചെയ്തു. ആൻഡ് ദ ഓഫർ വാസ് പ്ലേസ് ടു ബി ബിക്കോസ് ഓഫ് സം മണി ടു ജോൺസ്. ജോൺസിലേക്ക് കുറച്ച് മണി കൊടുക്കാനുണ്ട്. പൈസയ്ക്ക് പകരമായിരിക്കാം ഈ ഗുഡ്സ് തരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജോൺസ് അറിയുന്നില്ല ഈ ബ്രൂക്കൽ ഹാർട്ട് വേറൊരാൾക്ക് അയാളുടെ കട വിറ്റു. ആ ഷോപ്പ് വേറൊരാളിലേക്ക് പോയി. ദാറ്റ് ഈസ് ബൈ ദ ടൈം ദ ഓഫർ റീച്ച് ബി ഹാസ് സോൾഡ് ഹസ് ബിസിനസ് ടു ബോൾട്ടൺ. ബോൾട്ടൺ ബ്രൂക്കൽ ഹാർട്ടിൻ്റെ ബിസിനസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ബോൾട്ടൺ റീഡിങ് ദ അക്സെപ്റ്റൻസ് ദ കോൺട്രാക്ട് ആൻഡ് ഡെലിവേർഡ് ദ ഗുഡ്സ്. അപ്പോൾ ബോൾട്ടൺ എന്ത് ചെയ്തു? അവർക്ക് വന്നതല്ലായിരുന്നു ആ ഒരു കോൺട്രാക്റ്റ്. ആർക്ക്? ബ്രൂക്കൽ ഹാർട്ടിന് വന്നതാണ്. പക്ഷേ ആ ഷോപ്പ് ഇപ്പം ബോൾട്ടൻ്റെ കയ്യിലായതുകൊണ്ട് ഹീ സെൻഡ് ദ ഗുഡ്സ്. The court held that the Bolton could not recover the money because the money was made to be and not to the Bolton. പക്ഷേ ബോൾട്ടൺ അപ്പോൾ ഇവർക്ക് സാധനത്തിനുള്ള പൈസ കിട്ടത്തില്ലല്ലോ, ബിക്കോസ് കട ഉള്ളതുകൊണ്ടാണല്ലോ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ പൈസ കിട്ടാതെ വന്നപ്പോൾ കോർട്ടിൽ കേസ് കൊടുത്തപ്പോൾ പറഞ്ഞു നിങ്ങൾക്കൊരിക്കലും ആ മണി റിക്കവർ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ദ ഓഫർ നോട്ട് മെയ്ഡ് ടു യു. നിങ്ങളിലേക്കല്ല ഓഫർ വന്നിരിക്കുന്നത് വേറൊരാളിലേക്കായിരുന്നു. അത് നിങ്ങളറിയാണ്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്തതാണ്. സോ യു കാൻ ക്ലെയിം ദ മണി എന്ന രീതിയിൽ പോയി. അപ്പോൾ ഇതാണ് പറയുന്നത് പെർട്ടിക്കുലർ ഓഫർ ആയിരുന്നു അവിടെ മേക്ക് ചെയ്തിരുന്നത്. ബ്രൂക്കൽ ഹാർട്ടിന് വേണ്ടി മാത്രമായിരുന്നു ഓഫർ മേക്ക് ചെയ്തത്. പക്ഷേ അത് പെർട്ടിക്കുലർ അല്ലാതെ ഇവർ വിചാരിച്ചു ഞങ്ങൾക്കും സെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു സെൻഡ് ചെയ്തു. ബട്ട് ഹി കാൻ ക്ലെയിം ദ മണി. ദാറ്റ് ഈസ് ഹൂ ഓൾ ക്യാൻ ആക്സെപ്റ്റ്. ആർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാം? പെർട്ടിക്കുലർ ഓഫർ ആണെങ്കിൽ പെർട്ടിക്കുലർ ആൾക്ക് മാത്രമേ ഓഫർ എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ജനറൽ ആണെങ്കിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാം. സോ ഇത്രയായിരുന്നു ഹൂ ഓൾ ക്യാൻ ആക്സെപ്റ്റിൽ വരുന്നത്. ഇനി ഉള്ളത് വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് അക്സെപ്റ്റൻസ്. ഒരു ഓഫറിൻ്റെ വാലിഡിറ്റി പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു അക്സെപ്റ്റൻസ് ഒരു വാലിഡിറ്റി ഉണ്ടാവുക. ദാറ്റ് ഈസ് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. അക്സെപ്റ്റൻസും എന്താ? അബ്സല്യൂട്ട് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഒരിക്കലും ഒരു ഡൗട്ട് എന്ന രീതിയിലാവരുത്. ദാറ്റ് ഈസ് ഇഫ് ദർ ഇസ് എനി വേരിയേഷൻ ഫ്രം ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്. അതിലെന്തെങ്കിലും ടേംസിന് വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഒരു ഓഫർ എന്താകും? കൗണ്ടർ ഓഫർ ആവും, വേറെ ആകില്ലേ. ആൻഡ് ഇറ്റ് കനോട്ട് ബി ടേക്ക് ടു ബി എ അക്സെപ്റ്റൻസ്. സെക്കൻഡ്, ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫർ. ഓഫറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആരാണോ ഓഫർ മേക്ക് ചെയ്ത് അയാളിലേക്ക് തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഞങ്ങളിത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇഫ് ഹി റിമെയിൻ സൈലൻറ്റ് then it cannot be claimed to be a contract. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു നെഫ്യൂവിൻ്റെ ഹോഴ്സിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞത്. അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നോളം കാലം അത് അയാളുടെ അല്ല ഗുഡ്സ്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. ദെൻ ദ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. ഒരു ടൈം ഉണ്ടാവും. ഒരു ടൈം ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ ദ ടൈം അലോട്ട് ബൈ ദ ഓഫറർ. ഇഫ് നോ ടൈം ഇസ് പ്രിസ്ക്രൈബ് ഇസ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. ഒരു സമയം മെൻഷൻഡ് അല്ലെങ്കിൽ പോലും ഒരു റീസണബിൾ ടൈമിനനുസരിച്ച് തന്നെ നമ്മൾ അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഓഫർ ക്യാൻസൽ ആയിപ്പോകും. ദെൻ ഇറ്റ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദ മോഡ് പ്രിസ്ക്രൈബ്. എങ്ങനെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ രീതിയിൽ തന്നെ നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. ഇപ്പം നമ്മളോട് പറയുക ഒരു ഓഫർ മേക്ക് ചെയ്തു, പ്ലീസ് റിപ്ലൈ ത്രൂ ദ ഇമെയിൽ എന്നും നമ്മുടെ ആ ഓഫറിലുണ്ട്.
എങ്കിൽ വി ഷുഡ് റിപ്ലൈ ത്രൂ ദി ഇമെയിൽ ഇറ്റ് സെൽഫ്, അതർവൈസ് ദ ഓഫർ ഡസൻ ഗെറ്റ് അക്സെപ്റ്റൻസ്, അല്ലാതെ അക്സെപ്റ്റഡ് ആവത്തില്ല. ഇപ്പം നമുക്കൊരു ജോബ് ഓഫർ ലെറ്റർ വന്നിരിക്കുന്നത്, ഇമെയിലിലൂടെയാണ് നമുക്ക് ജോബ് ഓഫർ ലെറ്റർ വന്നിരിക്കുന്നത്. സോ വി ഷുഡ് ഗീവ് ദ അക്സെപ്റ്റൻസ് ലെറ്റർ ത്രൂ ദ ഇമെയിൽ ഇറ്റ് സെൽഫ്. ഇമെയിലിൽ കൂടി തന്നെ റിപ്ലൈ കൊടുക്കണം. അതർവൈസ് ഇറ്റ് ഈസ് ഡിനോട്ട് ദാറ്റ് ദ ഓഫർ ലെറ്റർ ഇസ് നോട്ട് അക്സെപ്റ്റഡ്. ഓഫർ ലെറ്റർ അക്സെപ്റ്റഡ് അല്ല എന്നതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ദെൻ next validity factor is the acceptor must be aware of the proposal at the time of acceptance. acceptanceൻ്റെ സമയത്ത് തന്നെ അയാൾ അറിഞ്ഞിരിക്കണം ആ പ്രപ്പോസലിൽ എന്തൊക്കെയുണ്ട്, ഓഫറിൽ എന്തൊക്കെയുണ്ട്. നമ്മളൊരു സെർവൻറ്റിനെ നെഫ്യൂവിനെ കണ്ടുപിടിക്കാൻ വിട്ട ഒരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പം സെർവൻറ്റിനെ അയാൾ വിട്ടപ്പോൾ ഇങ്ങനെ ഒരു റിവാർഡ് ഉണ്ട് എന്നുള്ള കാര്യം മെൻഷൻഡ് അല്ലായിരുന്നു. അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു റിവാർഡും കൂടെ മെൻഷൻഡ് ആയത്. അപ്പോൾ അയാൾക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ആക്സെപ്റ്റൻസ് സമയത്ത് ഉണ്ടാവണമല്ലോ. ആ കേസ് തന്നെയാണ് ഇവിടെയും എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വാലിഡിറ്റി ഫാക്ടേഴ്സ്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദ ഓഫർ ലാപ്സസ്. ഓഫർ ലാപ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അക്സെപ്റ്റൻസ് കൊടുത്തിരിക്കണം. ഇപ്പോൾ ഒരു ടൈം, റീസണബിൾ ടൈം ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ലാപ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനുള്ള അക്സെപ്റ്റൻസ് ലെറ്റർ കൊടുത്താൽ മാത്രമേ അതൊരു കോൺട്രാക്റ്റ് ആവുള്ളൂ. ദെൻ ദ അക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം സൈലൻസ്. സൈലൻസ് ഒരിക്കലും അക്സെപ്റ്റൻസ് ആയിട്ട് എടുക്കത്തില്ല. ഇങ്ങനെ ഓഫറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ഓഫറിൽ പറഞ്ഞു, മറ്റേ നേരത്തെ കേസിൽ പറഞ്ഞിരുന്നു, ഇഫ് ഐ ഹിയർ നോ മോർ അബൌട്ട് ഇറ്റ് ഐ വിൽ കൺസിഡർ ദ ഹോസ്റ്റ് ടു ബി മൈൻ എന്ന രീതി പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നും സംസാരിക്കാതെ, അല്ലെങ്കിൽ സൈലൻസിനെ അക്സെപ്റ്റൻസ് ആണ്, മൗനം സമ്മതം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കൺസെപ്റ്റ് ഇല്ല. അത് നമ്മൾ ചുമ്മാ പറയുന്നതേ ഉള്ളൂ. ഒരിക്കലും മൗനം സമ്മതം അല്ല. സൈലൻസ് ഒരിക്കലും വി കാൻ ക്ലെയിം ഇറ്റ് ടു ബി ആൻ അക്സെപ്റ്റൻസ്. Okay, so these are the essentialities of a valid acceptance. So with this we can end today's class. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്തത്. യൂണിറ്റ് 2 തന്നെ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ് ഈ ഒരു യൂണിറ്റ്. ഇതിൽ നിങ്ങൾ പഠിച്ചത് ഫസ്റ്റ് എന്താണ് ഒരു ഓഫർ, എങ്ങനെയാണ് ഒരു ഓഫർ എന്താണ്, ഒരു ഓഫർ എന്താണ്, ഒരു പ്രോമിസർ എന്താണ്, ഒരു പ്രോമിസ് എന്താണ്. ആൻഡ് നെക്സ്റ്റ് ഹൂ ഓൾ ക്യാൻ മേക്ക് എൻ ഓഫർ ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി മെയ്ഡ്, express and implied, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. Then what are the essentialities of a valid offer, some of the case studies related to that. അതേപോലെ തന്നെ what are the different kinds of offers, standing offer, counter offer and cross offer. അതേപോലെ തന്നെ what is meant by accept. അപ്പോൾ ഓഫർ കൺസെപ്റ്റ് കഴിഞ്ഞു, പിന്നെ അക്സെപ്റ്റൻസ് ആയി. what are the types of acceptance, express and implied. then who all can accept, ആരൊക്കെയാണ് പെർട്ടിക്കുലർ ഓഫർ മേക്ക് ചെയ്ത് ആരെ അക്സെപ്റ്റ് ചെയ്യണം, അതുപോലെ ജനറൽ ഓഫർ മേക്ക് ചെയ്യുമ്പോൾ ആരൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. ദെൻ വാട്ട് ആർ ദി എസെൻഷ്യാലിറ്റീസ് ഓഫ് എ വാലിഡ് അക്സെപ്റ്റൻസ്, എന്തൊക്കെയാണ് എസെൻഷ്യാലിറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് ഡേ വി ക്യാൻ ഡീൽ വിത്ത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ, acceptance and revocation. Okay, so with this today we can end our class. Okay, thank you.